Bahrain Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Arjun Chis Academy, NEC Money Exchange, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് 2026 ഏപ്രിൽ 20 തിങ്കളാഴ്ച. ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഇറാന്റെ തുടർച്ചയായ ആക്രമണങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പൂർണ്ണമായ നഷ്ടപരിഹാരം നൽകണമെന്ന് ബഹ്റിൻ ഐക്യരാഷ്ട്രസഭയോട് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച ഔദ്യോഗിക റിപ്പോർട്ട് UN സെക്രട്ടറി ജനറലിനും സെക്യൂരിറ്റി കൗൺസിലിനും കൈമാറി. 2026 മാർച്ചിലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം ബഹ്റിൻ ചൂണ്ടിക്കാട്ടി. ഭൗതികമായ ആക്രമണങ്ങൾക്ക് പുറമെ രാജ്യത്തിന്റെ ഡിജിറ്റൽ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതായും ബഹ്റിൻ മുന്നറിയിപ്പ് നൽകി. ഇത്തരം നീക്കങ്ങൾ പരമാധികാരത്തിനു മേലുള്ള കടന്നുകയറ്റമാണെന്നും ആഗോളതലത്തിൽ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ ആവശ്യമാണെന്നും ഇസ്താംബൂളിൽ നടന്ന ഇന്റർ പാർലമെന്ററി യൂണിയൻ സമ്മേളനത്തിൽ ബഹ്റിൻ പ്രതിനിധി മുഹമ്മദ് ഇബ്രാഹിം അൽ ബുവൈനൻ വ്യക്തമാക്കി. രാഷ്ട്രീയ വെല്ലുവിളികൾക്കിടയിലും ഗൾഫ് രാജ്യങ്ങൾ ശക്തമായ സാമ്പത്തിക പ്രതിരോധ ശേഷി പ്രകടിപ്പിക്കുന്നതായി ബഹ്റൈൻ ധനമന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫ വാഷിംഗ്ടണിലെ മിഡിൽ ഈസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം മേഖലയിലെ അസ്ഥിരതകൾ ആഗോള ഊർജ്ജ വിപണിയെയും വിതരണ ശൃംഖലയെയും ബാധിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ബഹ്റൈൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 86% ഇപ്പോൾ എണ്ണയിതര മേഖലകളിൽ നിന്നാണെന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിന്റെ തെളിവാണ്. ടൂറിസം, ധനകാര്യ മേഖലകളിലെ വളർച്ചയും സെൻട്രൽ ബാങ്ക് നൽകുന്ന ലിക്വിഡിറ്റി പിന്തുണയും സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്നതിൽ നിർണായകമാണെന്നും മന്ത്രി വ്യക്തമാക്കി. സ്വകാര്യ മേഖലയിലെ 1.06 ലക്ഷത്തോളം ബഹ്റൈൻ തൊഴിലാളികൾക്ക് ഏപ്രിൽ മാസത്തെ ശമ്പളം സർക്കാർ നൽകുന്ന പദ്ധതി പാർലമെന്റ് ഇന്ന് ചർച്ച ചെയ്യും. അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് ഫണ്ടിലെ മിച്ചം ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിക്കായി 100 മില്യൺ ദിനാറോളം ചിലവ് പ്രതീക്ഷിക്കുന്നു. ഈ ആനുകൂല്യം കൈപ്പറ്റുന്ന സ്ഥാപനങ്ങൾ തൊഴിലാളികളെ പിരിച്ചുവിടാൻ പാടില്ലെന്ന കർശന ഉപാധിയുണ്ട്. ഇതോടൊപ്പം മത്സ്യത്തൊഴിലാളികൾ, ടാക്സി ഡ്രൈവർമാർ തുടങ്ങിയ പ്രതിദിന വരുമാനക്കാരെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് MP-മാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം മന്ത്രിമാരെ ചോദ്യം ചെയ്യുന്നതിനുള്ള ഭൂരിപക്ഷം ലളിതമാക്കുന്നതുൾപ്പെടെയുള്ള പാർലമെന്ററി നിയമ ഭേദഗതികളും സഭയുടെ പരിഗണനയ്ക്ക് വരും. സ്വകാര്യ മേഖലയിൽ സ്വദേശി പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിദേശി തൊഴിലാളികളുടെ ഫീസിൽ ബഹ്റൈൻ വർധന വരുത്തി. സ്വദേശി വിദേശി വേതന വിടവ് കുറയ്ക്കാനും സ്വദേശീവൽക്കരണം ഘടിപ്പിക്കാനുമാണ് പുതിയ നടപടി. നിശ്ചിത ശതമാനം സ്വദേശികളെ നിയമിക്കാത്ത കമ്പനികൾക്ക് പിഴ ചുമത്തുമെന്നും കൂടുതൽ സ്വദേശികളെ നിയമിക്കുന്നവർക്ക് സർക്കാർ ടെൻഡറുകളിൽ മുൻഗണന നൽകുമെന്നും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. സ്വദേശികളെ നിയമിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ആദ്യ വർഷം ശമ്പളത്തിന്റെ 70% വരെ സബ്സിഡി നൽകുന്നതുൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2025 കണക്കനുസരിച്ച് 1.05 ലക്ഷത്തിലധികം സ്വദേശികൾ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. ബിരുദധാരികൾക്ക് 800 ദിനാർ വരെ ശമ്പള പരിധി നിശ്ചയിച്ച സർക്കാർ തൊഴിൽ വിപണിയിലെ നിയമലംഘനങ്ങൾക്കെതിരെ കർശന പരിശോധന തുടരുമെന്നും വ്യക്തമാക്കി. സ്വകാര്യ മേഖലയിൽ പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്ന സ്വദേശി ബിരുദധാരികളുടെ കുറഞ്ഞ ശമ്പളം 500 ബഹ്റൈനി ദിനാറായി വർദ്ധിപ്പിച്ചതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഡിപ്ലോമയുള്ളവർക്ക് 430 ദിനാറും സെക്കൻഡറി വിദ്യാഭ്യാസമുള്ളവർക്ക് 350 ദിനാറുമാണ് പുതുക്കിയ വേതനം. തംകീൻ പദ്ധതികൾ വഴിയുള്ള പിന്തുണയോടെ സ്വകാര്യ മേഖലയിലെ സ്വദേശികളുടെ ശരാശരി ശമ്പളം 892 ദിനാറായി ഉയർന്നിട്ടുണ്ട്. അതേസമയം സ്വകാര്യ മേഖലയിലെ ഭിന്നശേഷി സംവരണം 4% ഉയർത്താനുള്ള ബിൽ ശൂറ കൗൺസിൽ പുനഃപരിശോധനയ്ക്കായി മാറ്റി. നിലവിലെ 2% സംവരണം തന്നെ പല സ്ഥാപനങ്ങളും പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ നിലവിലുള്ള നിയമം കർശനമായി നടപ്പിലാക്കാനാണ് അധികൃതരുടെ തീരുമാനം. 2025 ബഹ്റൈൻ സമ്പദ് വ്യവസ്ഥ 3.5% വളർച്ച കൈവരിച്ചതായി റിപ്പോർട്ട്. ടൂറിസം സേവന മേഖലകളുടെ കരുത്തിൽ എണ്ണയിതര വരുമാനം 4.1% വർദ്ധിച്ച് 13.5 ബില്യൺ ദിനാറിലെത്തി. ഇത് രാജ്യത്തിന്റെ ആകെ GDPയുടെ 85.8%. ഇതോടെ എണ്ണയെ മാത്രം ആശ്രയിക്കാത്ത സുസ്ഥിരമായ സാമ്പത്തിക മാതൃകയിലേക്ക് രാജ്യം വേഗത്തിൽ ചുവടുമാറുകയാണ്. ടൂറിസം മേഖലയിലെ ഉണർവ് ഹോട്ടൽ ഭക്ഷണ രംഗത്തിന് കരുത്തായി. 2025 7.3 ദശലക്ഷം സന്ദർശകരാണ് ബഹ്റൈനിലെത്തിയത്. വിനോദസഞ്ചാരികൾ രാജ്യത്ത് ചിലവഴിച്ച തുക 2 ബില്യൺ ദിനാറായി ഉയർന്നു. പ്രൊഫഷണൽ ടൂറിസം മേഖലകളിലായി 1 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതായും ബഹ്റൈൻ മറീന ഉൾപ്പെടെയുള്ള പുതിയ പദ്ധതികൾ കൂടുതൽ വളർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഗവൺമെന്റ് സ്കൂളുകളിൽ നടപ്പിലാക്കിയ ബ്ലൈൻഡഡ് ലേണിംഗ് രീതി വിജയകരമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ മുബാരക് ജുമ.
നേരിട്ടുള്ള ക്ലാസുകളും ഓൺലൈൻ പഠനവും സംയോജിപ്പിച്ചുള്ള ഈ രീതി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ പ്രയോജനകരമാണ്. പഠനരീതി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കുടുംബങ്ങളുടെ ബുദ്ധിമുട്ട് ലഘൂകരിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഓൺലൈൻ ക്ലാസുകൾ തടസ്സമില്ലാതെ നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മന്ത്രാലയം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ നിരീക്ഷിക്കുന്നുണ്ട്. സ്കൂളിലെത്തി പഠിക്കുന്ന കുട്ടികൾക്കായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകുകയും ഹാജർ നില കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ സാമ്പത്തിക സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി നിയമങ്ങൾ പരിഷ്കരിച്ച് ബഹ്റൈൻ. ലൈസൻസ് ഇല്ലാതെ സാമ്പത്തിക സേവനങ്ങൾ നൽകുന്നവർക്കും ബാങ്കിംഗ് പദവികൾ ദുരുപയോഗം ചെയ്യുന്നവർക്കും തടവ് ശിക്ഷയും 1 മില്യൺ ദിനാർ വരെ പിഴയും ചുമത്തുന്ന ഭേദഗതിക്ക് ശൂറ കൗൺസിൽ അംഗീകാരം നൽകി. സെൻട്രൽ ബാങ്ക് ഓഫ് ബഹ്റൈൻ നിയമത്തിൽ വരുത്തിയ ഈ മാറ്റം വഴി കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദ ഫണ്ടിംഗ് എന്നിവ തടയാൻ സാധിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ബാങ്ക് ഉൾപ്പെടെയുള്ള ഔദ്യോഗിക പദങ്ങൾ അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നതും ഇനി മുതൽ ക്രിമിനൽ കുറ്റമാകും. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സാമ്പത്തിക സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുന്നതിനാണ് ഈ കടുത്ത നടപടികൾ. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced, expert coaches, personal attention. Join Arjan's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് Send money from any NEC branch or app. Win exciting prizes. NEC Money Exchange. We connect your loved ones since 1993. ബഹ്റിനിൽ കുട്ടികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതായി ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ മുന്നറിയിപ്പ്. 2026 ജനുവരി മുതൽ ഏപ്രിൽ 15 വരെയുള്ള കാലയളവിൽ മാത്രം 113 പരാതികളാണ് റിപ്പോർട്ട് ചെയ്തത്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി കുട്ടികളെ ലക്ഷ്യമിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ കുറ്റവാളികൾ നൂതനമായ രീതികൾ പ്രയോഗിക്കുന്നത് ആശങ്കയുണ്ടാക്കുന്നതായി അധികൃതർ വ്യക്തമാക്കി. സൈബർ ഭീഷണികൾ നേരിടാൻ സുരക്ഷാ സംവിധാനങ്ങളും നിയമ നടപടികളും പരിഷ്കരിക്കേണ്ടത് അനിവാര്യമാണെന്ന് ജനറൽ ഡയറക്ടറേറ്റ് അറിയിച്ചു. ഇത്തരം അപകടങ്ങൾക്കെതിരെ രക്ഷിതാക്കളും അധ്യാപകരും അതീവ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷാ മുൻകരുതലുകൾ കർശനമാക്കണമെന്നും നിർദ്ദേശമുണ്ട്. സോഷ്യൽ മീഡിയ വഴി ട്രാഫിക് പിഴ എന്ന വ്യാജേന പ്രചരിക്കുന്ന സന്ദേശങ്ങൾക്കെതിരെ പൊതുജനങ്ങൾക്ക് ബഹ്റൈൻ അധികൃതർ മുന്നറിയിപ്പ് നൽകി. ട്രാഫിക് നിയമലംഘനത്തിന് പിഴയടക്കാൻ ആവശ്യപ്പെട്ടു വരുന്ന സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇത്തരത്തിലുള്ള വ്യാജ സന്ദേശങ്ങൾ വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. പിഴകൾ പരിശോധിക്കാനും പണമടയ്ക്കാനും നാഷണൽ പോർട്ടൽ, മൈഗവ് ആപ്ലിക്കേഷൻ തുടങ്ങിയ ഔദ്യോഗിക സംവിധാനങ്ങളെ മാത്രം ആശ്രയിക്കണം. അനധികൃത വെബ്സൈറ്റുകൾ വഴിയോ സന്ദേശങ്ങൾ വഴിയോ സ്വകാര്യ വിവരങ്ങൾ കൈമാറരുതെന്നും അധികൃതർ നിർദ്ദേശിച്ചു. സല്ലാഖ് റോഡിൽ 2 ഏഷ്യൻ വംശജരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകട കേസിൽ ഹൈക്രിമിനൽ കോടതി ഏപ്രിൽ 28 വിധി പ്രസ്താവിക്കും. 2026 മാർച്ച് 21 പുലർച്ചെ അശ്രദ്ധമായി വാഹനമോടിച്ച് 4 സൈക്കിൾ യാത്രക്കാരെ ഇടിച്ചു തെറിപ്പിച്ച കേസിലാണ് ഇത്. അപകടത്തിൽ 2 പേർ മരിക്കുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അശ്രദ്ധമായ ഡ്രൈവിംഗ്, ലഹരിമരുന്ന് കൈവശം വയ്ക്കൽ, അപകടത്തിന് ശേഷം പരിക്കേറ്റവരെ സഹായിക്കാതെ സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുക, അധികൃതരെ വിവരം അറിയിക്കാതിരിക്കുക തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഡ്രൈവിംഗിനിടെ ശ്രദ്ധ മാറിയതാണ് ദാരുണമായ അപകടത്തിന് കാരണമായതെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ കണ്ടെത്തി.
ബഹ്റിനിൽ വരും ദിവസങ്ങളിൽ കാലാവസ്ഥ അസ്ഥിരമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ആഴ്ച മധ്യത്തോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. വടക്കൻ കാറ്റിന്റെ വേഗത കൂടുന്നതിനൊപ്പം അന്തരീക്ഷത്തിൽ ഈർപ്പം 90% വരെ ഉയരുന്നത് തണുപ്പ് വർദ്ധിപ്പിക്കും. പരമാവധി താപനില 29 ഡിഗ്രി സെൽഷ്യസിന് താഴെയായി തുടരാനാണ് സാധ്യത. കാറ്റും മഴയും പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ കടലിൽ പോകുന്നവരും യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്നും ഔദ്യോഗിക കാലാവസ്ഥാ ബുള്ളറ്റിനുകൾ ശ്രദ്ധിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. തലശ്ശേരി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ ബഹ്റിൻ ചാപ്റ്റർ സീഫിലെ കർബാബാദ് ഗാർഡനിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. ചാപ്റ്റർ പ്രസിഡന്റ് VP അബ്ദുറസാഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ പാലിക്കണ്ടി സ്വാഗതം പറഞ്ഞു. ഭാരവാഹികളായ നിസാർ ഉസ്മാൻ, CK ഹാരിസ്, ഇർഷാദ് ബംഗ്ലാവിൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അൽമന്നായി കമ്മ്യൂണിറ്റീസ് അവയർനെസ് സെന്റർ സംഘടിപ്പിക്കുന്ന വാർഷിക രക്തദാന ക്യാമ്പ് മെയ് 1 വെള്ളിയാഴ്ച സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ നടക്കും. രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ്. ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണമെന്ന് സോഷ്യൽ വെൽഫെയർ സെക്രട്ടറി ഹംസ K ഹമ്മദ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 39251830 അല്ലെങ്കിൽ 33625741 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫ്രണ്ട്സ് സ്റ്റഡി സർക്കിൾ വെസ്റ്റ് റിഫ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പരീക്ഷണങ്ങളിലെ വിശ്വാസി എന്ന പ്രമേയത്തിൽ പൊതുപ്രഭാഷണം സംഘടിപ്പിച്ചു. ദിശ സെന്ററിൽ നടന്ന പരിപാടിയിൽ പ്രമുഖ പ്രഭാഷകൻ സജീർ കുറ്റ്യാടി മുഖ്യപ്രഭാഷണം നടത്തി. ജീവിതത്തിലെ പ്രതിസന്ധികളെ വിശ്വാസദാർഢ്യത്തോടെ നേരിടാൻ വിശ്വാസിക്ക് സാധിക്കണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ബഷീർ കാവിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അലി റിസാൻ ഖിറാഅത്ത് നടത്തി. സെക്രട്ടറി റിയാസ് നന്ദി പറഞ്ഞു. ബഹ്റിൻ KMCC പ്രസിഡന്റ് ഹബീബ് റഹ്മാന്റെ ഭാര്യ യസീന നിര്യാതയായി. 40 വയസ്സായിരുന്നു പ്രായം. മലപ്പുറം പെരിന്തൽമണ്ണ പട്ടിക്കാട് പറമ്പൂർ സ്വദേശി അബ്ദുസമ്മദിന്റെയും നസീമയുടെയും മകളാണ്. ഹൃദയാഘാതമാണ് മരണകാരണം. പുലർച്ചെ 3 മണിയോടെ ബഹ്റൈനിലെ താമസ സ്ഥലത്ത് വച്ചായിരുന്നു മരണം സംഭവിച്ചത്. മക്കൾ ഷദ, ദിയ, ദിഫ, ദിന, മാതാവ് നസീമ, സഹോദരങ്ങൾ അജീഷ്, രജീഷ്. ഭൗതിക ശരീരം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ KMCC ബഹ്റിൻ മയ്യത്ത് പരിപാലന വിങ്ങിന്റെ നേതൃത്വത്തിൽ പുരോഗമിച്ചു വരികയാണ്. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.